പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്ക് എൻ്റെ വിനീതമായ നമസ്കാരം. പരംപൂജ്യ ബാബുജി മഹാരാജനും ഗുരു പരമ്പരയ്ക്കും പ്രണാമം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത വിഷയം ഈ ബാബുജി മഹാരാജിൻ്റെ 125ാമത്തെ ജന്മദിനം നമ്മളൊരു വർഷം മുഴുവൻ ആഘോഷിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ ഏപ്രിൽ 30-നാണ്. ഇത്തവണ 2 ബാച്ചുകളായിട്ടാണ് കാൻഹയിൽ ഈ ബർത്ത്ഡേ സെലിബ്രേഷൻ. ഏപ്രിൽ 30-ന് ഈ ബാബുജി മഹാരാജിൻ്റെ ബർത്ത്ഡേ ദിനത്തിൽ ദാജി നമുക്ക് തന്നിട്ടുള്ള മെസ്സേജ്, അതാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇത്തവണ ഭണ്ഡാരയുടെ ഒരു പ്രത്യേകത, മുമ്പ് ഒരിക്കലും ഇല്ലാത്ത ഒരു പ്രത്യേകത കണ്ടത്, സ്റ്റേജിൽ നമ്മുടെ മാസ്റ്ററുടെ കൂടെ മുമ്പത്തെ പ്രസിഡൻ്റായിട്ടുള്ള കോവിന്ദ്ജി ഉണ്ടായിരുന്നു, നമ്മുടെ തൊട്ട് മുമ്പത്തെ രാഷ്ട്രപതി. രണ്ടുപേരും സ്റ്റേജിലുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നിയ ഇന്ത്യയിലെ ഏറ്റവും ഉന്നതമായിട്ടുള്ള ജോലിയാണ് രാഷ്ട്രപതി എന്ന് പറയുന്നത്. ഇപ്പോൾ ഭൗതിക ജീവിതത്തിലെ ഏറ്റവും ഉന്നതമായിട്ടുള്ളൊരു പദവിയാണ് അത് വഹിക്കുന്ന ഒരാൾ. മിഷൻ്റെ അഭ്യാസിയാണ് അദ്ദേഹമായിരുന്നു ഈ സെലിബ്രേഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ, അതുപോലെ മാസ്റ്ററും. ഇപ്പോൾ ഭൗതിക ജീവിതത്തിൻ്റെയും ആധ്യാത്മിക ജീവിതത്തിൻ്റെയും 2 ഉന്നതരായിട്ടുള്ള വ്യക്തികൾ ഒരേ വേദി പങ്കിടുന്ന ഒരു അസുലഭമായിട്ടുള്ള സന്ദർഭമായിട്ടാണ് തോന്നിയത്. നമ്മൾ ഹാർട്ട്ഫുൾനെസ്സിന് പറയില്ലേ, ഭൗതിക ജീവിതം ആധ്യാത്മിക ജീവിതവും തമ്മിൽ പരസ്പരം സമഞ്ജസപ്പെടുത്തി ജീവിക്കുക എന്നുള്ളത്, 2നും തുല്യ പ്രാധാന്യം കൊടുക്കുക. അപ്പോൾ ഇത്തവണത്തെ ഭണ്ഡാരയ്ക്ക് അങ്ങനത്തെ ഒരു വേദിയിൽ തന്നെ അത് വളരെ പ്രകടമായി. ഒരു പക്ഷിയുടെ 2 ചിറക് പോലെ ആധ്യാത്മിക ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലും ഉന്നതരായിട്ടുള്ള വ്യക്തികളുടെ അത്രയും യോജിപ്പ്. അപ്പോൾ അത് വളരെ മനോഹരമായിട്ടൊരു കാഴ്ചയായിരുന്നു. അപ്പോൾ മുൻപേ കാലങ്ങളിൽ ഇത് വളരെ അപൂർവമായിരിക്കുന്ന എനിക്ക് തോന്നുന്നു ഇത്തരം ഒരു സന്ദർഭം. പല കാര്യങ്ങളും നമ്മളിപ്പോൾ ജീവിച്ചിരിക്കുന്ന കാലത്തിൽ ആധ്യാത്മിക ഗുരുക്കന്മാർക്ക് ഉന്നതമായിട്ടുള്ള പരിഗണന, നമ്മുടെ മാസ്റ്റർ ദാജിക്ക് ഇത്തവണ പത്മശ്രീ ലഭിക്കേണ്ടായി. അങ്ങനെ യഥാർത്ഥ ഗുരുവിന് അംഗീകാരം കിട്ടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. അത് വളരെ നല്ലൊരു കാലഘട്ടം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിൽ അദ്ദേഹം പറഞ്ഞത് എന്താ വെച്ചാൽ, 1964 ഭണ്ഡാര സെലിബ്രേഷൻ നടത്തുന്ന സമയത്ത് നമ്മുടെ മിഷനിൽ 40 പേരായിരുന്നു ഭണ്ഡാര അറ്റൻഡ് ചെയ്തു. ഇപ്പോൾ ഏകദേശം ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഇൻ്റർനെറ്റിലൂടെ, ഏകദേശം 25,000-30,000 ആളുകൾ കാൻഹയിൽ പങ്കെടുക്കും. അപ്പോൾ ഈ 40 പേരിൽ നിന്ന് വളർച്ച എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിനാണ്. ലോകം മുഴുവൻ ഭണ്ഡാരയിൽ ഒരുമിച്ച് പങ്കെടുക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ. നമ്മളെല്ലാവരും അവിടെ പോകാൻ പറ്റിയെങ്കിലും ഇൻ്റർനെറ്റ് കൂടെ അതിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ മിഷൻ്റെ വളർച്ച എന്ന് പറഞ്ഞാൽ വളരെ വേഗത്തിലാണിപ്പോൾ. ആധ്യാത്മികതയുടെ വളർച്ച വളരെ വേഗത്തിലാണ് ഈ കാലഘട്ടത്തിൽ. എങ്കിലും ഈ വളർച്ചയിൽ ഒരുപാട് ദൂരം നമുക്ക് മുന്നോട്ട് പോകാനുണ്ട്. മാസ്റ്റർ തന്നെ ഒരിക്കൽ പറഞ്ഞത്, നമ്മൾ ആകെയുള്ള ജനസംഖ്യയുടെ 10% എങ്കിലും 3 സിറ്റിംഗ് എടുത്ത് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള ചേഞ്ചസ് വരെ, ഗവൺമെൻറ്റിൽ വരെ ചേഞ്ചസ് വരാൻ സാധ്യതയുണ്ടെന്നാണ്. അതിന് ഉദാഹരണമായിട്ട് അദ്ദേഹം പറഞ്ഞ മധ്യപ്രദേശിലും രാജസ്ഥാനിലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മധ്യപ്രദേശിലാണ് ഈ ഹർ ദിൽ ധ്യാൻ എന്നുള്ള പ്രോഗ്രാം വളരെ ഡീറ്റെയിലായിട്ട് തുടങ്ങിയത്. അവിടുത്തെ ആകെയുള്ള ജനസംഖ്യയുടെ 10% ആൾക്കാരെ 3 സിറ്റിംഗ് കൊടുത്തിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ രാജസ്ഥാനിൽ ഈ 2 സ്ഥലത്തും വളരെ അനുകൂലമായിട്ടുള്ള ഒരു രാഷ്ട്രീയ മാറ്റം ഉണ്ടായി. അപ്പോൾ അത് ദാജി തന്നെയാണ് പറഞ്ഞത്. അദ്ദേഹം അതിപ്പോൾ നമുക്ക് പ്രത്യേകമായിട്ടത് പറയേണ്ട കാര്യമില്ല, ന്യൂസ് പേപ്പർ തന്നെ അത് പറയുന്നുണ്ടായിരുന്നു, പത്രങ്ങളിലൊക്കെ വന്ന വാർത്തയായിരുന്നു അത്. അപ്പോൾ പലപ്പോഴും നമ്മൾ ആലോചിക്കും നമ്മളുടെ ഗവൺമെൻറ്റുകൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ. അപ്പോൾ അതിന് ഒരേ ഒരു പരിഹാരമേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ കേരളത്തിലെ ജനസംഖ്യ
10% എന്ന് പറഞ്ഞാൽ ഏകദേശം 30 ലക്ഷം ആളുകളെ നമുക്ക് ഹാർട്ട്ഫുൾനെസ്സിലേക്ക് 3 സിറ്റിംഗ് കൊടുത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ വളരെ ഹിതകരമായ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ മാറ്റം തന്നെ വരാൻ സാധ്യതയുണ്ട്. ഞാൻ ഇതുവരെയുള്ള ഹാർട്ട്ഫുൾനെസ് കേരളത്തിൽ വന്നതിൻ്റെ ശേഷമുള്ള കണക്കുകൾ എടുത്ത് നോക്കിയപ്പോൾ ഏകദേശം 4 ലക്ഷം ആളുകളെയാണ് ഇതുവരെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അതൊരു 1990 ശേഷമുള്ള കണക്കുകൾ. അപ്പോൾ 4 ലക്ഷം, അപ്പോൾ ഒരു 25 ലക്ഷം ആളുകളെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ, അതായത് ആകെയുള്ള ജനസംഖ്യയുടെ 1/3 30 ലക്ഷം ആളുകളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ഭൗതിക ജീവിതത്തിലും നമ്മുടെ അർഹത മെച്ചപ്പെടും. എപ്പോഴും ഒരു സ്ഥലത്തൊരു ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് അർഹിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് കിട്ടുക. അപ്പോൾ ആ ഭൗതികമായിട്ടുള്ള അർഹതയും ആധ്യാത്മികമായിട്ടുള്ള അർഹതയും പരസ്പര പൂരകങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും അത്തരം ഒരു ശ്രമത്തിലും കൂടി ഈ 3 സിറ്റിംഗ് കൊടുത്ത് ഹാർട്ട്ഫുൾനെസ്സിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കഴിയാവുന്ന ആളുകളെയൊക്കെ നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ അത് നമുക്ക് മാത്രമല്ല നമ്മുടെ സംസ്ഥാനത്തിനും ഭാരതത്തിനും ലോകത്തിന് തന്നെ വലിയൊരു സേവനമായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അത് പ്രകടമായിട്ട് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക. പിന്നെ അദ്ദേഹം പറഞ്ഞത് വ്യക്തിപരമായിട്ടുള്ള പുരോഗതി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരുപാട് ദൂരം പോകേണ്ടതുണ്ട് പുരോഗതി ഉണ്ടെങ്കിലും. വ്യക്തിപരമായിട്ടുള്ള പുരോഗതി അദ്ദേഹം പറഞ്ഞ മുമ്പത്തേക്കാൾ അത്യപൂർവമായിട്ട് വ്യക്തികൾ ആധ്യാത്മികതയിൽ പുരോഗമിക്കേണ്ട ഹാർട്ട്ഫുൾനെസ്സിൽ എന്ന് പറയുന്നുണ്ടായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അങ്ങനെ ആ പുരോഗമിക്കുന്ന ആധ്യാത്മിക ത്വരയുള്ള ആത്മാക്കൾക്ക് കൂടുതൽ കൂടുതൽ ആത്മീയ സേവനങ്ങൾ നൽകി പ്രിസെപ്റ്റേഴ്സ് അവരെ പരിപോഷിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. അവർക്ക് കൂടുതൽ സെറ്റിങ്സ് കൊടുത്ത് അവർ ആ കണ്ടീഷൻസ് ക്രിയേറ്റ് ചെയ്ത് ഉന്നതമായ ആധ്യാത്മിക നിലയിലേക്ക് എത്തിക്കേണ്ട ഉത്തരവാദിത്വം പ്രിസെപ്റ്റർമാരുടെ എന്ന് പറയും. മുൻകാലഘട്ടങ്ങളിൽ നമ്മൾ ഈ ഹാർട്ട്ഫുൾനെസ്സിൻ്റെ പുസ്തകങ്ങൾ അല്ലെങ്കിൽ ലിറ്ററേച്ചറിന് അത്രയധികം പ്രാധാന്യം ആളുകൾ കൊടുക്കാറില്ല. ഇപ്പോൾ അതിന് വ്യത്യസ്തമായിട്ട് ഈ ബാബുജി മഹാരാജിൻ്റെ ബർത്ത്ഡേയോടനുബന്ധിച്ച് ഏകദേശം 1 ലക്ഷത്തോളം യുവാക്കളെ നമ്മൾ ഹോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രോഗ്രാമിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായി. ഹാർട്ട്ഫുൾനെസ് ODC ഫോർ പേഴ്സണൽ എക്സലൻസ് ആണ് ആ പ്രോഗ്രാമിൻ്റെ പേര്. അപ്പോൾ മുമ്പ് ഉണ്ടായിരുന്നതിനേക്കാൾ വ്യത്യസ്തമായിട്ട് യുവാക്കൾ ഹാർട്ട്ഫുൾനെസ്സിൻ്റെ ഫിലോസഫിയിൽ താല്പര്യം കാണിക്കുന്നു, ലിറ്ററേച്ചറിൽ താല്പര്യം കാണിക്കുന്നു. അപ്പോൾ അത് ഒരു പ്രകടമായിട്ടുള്ള മാറ്റമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും ഹാർട്ട്ഫുൾനെസ്സിൻ്റെ തത്വചിന്ത പുസ്തകങ്ങളിൽ നിന്ന് ആർജിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇപ്പോൾ പ്രിസെപ്റ്റർമാർക്ക് പുതിയതായിട്ട് പ്രിസെപ്റ്റർമാരെ തയ്യാറാക്കുന്ന സമയത്ത് അവർ പലതരത്തിലുള്ള ഘടകങ്ങളുണ്ട് അവർ ആ പ്രിസെപ്റ്റേഴ്സ് ആക്കുന്നതിന്. അതിൽ പ്രധാനപ്പെട്ടൊരു ഘടകം അവർ ഒരു പരീക്ഷ എഴുതുന്ന ആ പരീക്ഷയിൽ ഹാർട്ട്ഫുൾനെസ്സിൻ്റെ 75% കാര്യങ്ങൾ അവർ അറിഞ്ഞിരിക്കണം എന്നാണ്. അതായത് 75% മാർക്ക് വാങ്ങണം എന്നുള്ളത് ദാജിപ്പ് നിർബന്ധമാക്കിയിട്ടുണ്ട്. കുറച്ച് നാൾ മുമ്പ് വരെ അത് 60%. അപ്പോൾ ആ ബെഞ്ച് മാർക്ക് അദ്ദേഹം ഒന്ന് കൂട്ടിയിട്ടുണ്ട്. അത് അദ്ദേഹം പറയുന്നത് ഇപ്പോൾ 60% അതിൽ കുറച്ചൊക്കെ വാങ്ങിയിട്ടുള്ള ആൾക്കാർ ഒരു ആത്മപരിശോധന നടത്തണം. അത് എന്താ ആത്മപരിശോധന? നമ്മളുടെ അഭ്യാസികളുടെയും പ്രിസെപ്റ്റർമാരുടെയും ഇപ്പോഴത്തെ ഈ ഹാർട്ട്ഫുൾനെസ്സിലുള്ള അറിവ് അല്ലെങ്കിൽ ഹാർട്ട്ഫുൾനെസ്സിൻ്റെ തത്വചിന്തയെക്കുറിച്ചുള്ള നമ്മളുടെ നിലവാരം ബാബുജി മഹാരാജിന് തൃപ്തികരമായിരിക്കുമെന്ന് നമ്മൾ ആലോചിക്കണമെന്ന് പറയും. അദ്ദേഹം നമ്മളെ വിലയിരുത്തുകയാണെങ്കിൽ എങ്ങനെയുണ്ട് എൻ്റെ അഭ്യാസികളുടെ ആധ്യാത്മികതയിലെ അതോടൊപ്പം അവരുടെ അറിവും. കാരണം എന്താ വെച്ചാൽ ഈ ആധ്യാത്മിക തത്വങ്ങൾ, പ്രത്യേകിച്ച് ഹാർട്ട്ഫുൾനെസ്സിൻ്റെ തത്വങ്ങൾ നമുക്ക് വായിക്കുമ്പോൾ പ്രകടമായിട്ട് മനസ്സിലാവുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ ആധ്യാത്മികതയിലെ മെച്ചമാണ്. അപ്പോൾ ഇത് രണ്ടും പരസ്പരം കണക്റ്റഡാണ്. നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങളും നമ്മുടെ ആധ്യാത്മിക നിലയും തമ്മിൽ പരസ്പര ബന്ധമുണ്ടെന്ന് അർത്ഥം. അപ്പോൾ നമ്മളത് ആലോചിക്കണമെന്ന് പറയുന്നത് ഹാർട്ട്ഫുൾനെസ്സിൻ്റെ തത്വചിന്ത കൂടുതൽ ആർജിക്കാനായിട്ട് മനസ്സിലാക്കും.
കുറച്ച് പുസ്തകങ്ങളേ ഉള്ളൂ. ആ പുസ്തകങ്ങളെ നമ്മൾ ശ്രദ്ധയോടുകൂടി വായിച്ച് മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മളോട് ആരെങ്കിലും ചോദിക്കുക, ഈ ഹാർട്ട്ഫുൾനെസ്സിലെ അടിസ്ഥാനമായിട്ടുള്ള ചില ചോദ്യങ്ങളുണ്ട്. എന്താണ് മോക്ഷപ്രാപ്തി? എന്താണ് പ്രപന്നഗതി? എന്താണ് ബ്രഹ്മഗതി? ഈ 3 കാര്യങ്ങളിലുള്ള ഉത്തരം നമുക്ക് മനസ്സിലായി, ആ നില ആർജിക്കുകയാണെങ്കിൽ ഹാർട്ട്ഫുൾനെസ് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ നമ്മളോട് അഭ്യാസികൾ ചോദിച്ചാൽ, ഇപ്പോൾ യുവാക്കൾ ചോദിക്കേണ്ടതെന്ന് പറയുകയാണ് മാസ്റ്റർ, നമ്മൾ എന്തായിരിക്കും അതിനെ ഒരു ഹിതകരമായ രീതിയിൽ ഒരു ഉത്തരം കൊടുക്കാൻ ഉള്ള പ്രാപ്തി നമ്മുടെ മിഷനിലെ മുതിർന്ന അഭ്യാസികൾക്കും റിസപ്റ്റർമാർക്കും ഉണ്ടോ എന്ന് ചോദിക്കണത്. എന്താണ് മോക്ഷപ്രാപ്തി എന്ന് പറഞ്ഞാൽ, ഹാർട്ട്ഫുൾനെസ്സിൽ ഹൃദയമണ്ഡലം, മനോമണ്ഡലം, കേന്ദ്രമണ്ഡലം എന്ന് പറഞ്ഞാൽ 3 മണ്ഡലങ്ങളായിട്ട് 13 ചക്രങ്ങളിലൂടെയുള്ള യാത്രയാണ് നമ്മൾ പറയുന്നത്. അതിൽ ആദ്യത്തെ 5 പോയിൻറ്റുകൾ കൂടി കടന്നു പോകുമ്പോഴാണ് നമ്മൾ ഹൃദയമണ്ഡലം കടന്ന് മോക്ഷപ്രാപ്തി എന്നുള്ള അവസ്ഥയിലേക്ക് ചേർക്കും. അപ്പോൾ അത് ജീവിതത്തിൻ്റെ പരസ്പര വൈരുദ്ധ്യങ്ങൾക്ക് അതീതമാകുന്ന അവസ്ഥയാണ്. അതായത് സൃഷ്ടിയിലെ പഞ്ചഭൂതങ്ങളുടെ ഗുണനിലവാരങ്ങൾക്ക് അതീതമാവുക. പഞ്ചഭൂതങ്ങൾ കൊണ്ടാണ് സൃഷ്ടി നടത്തിയിട്ടുള്ളത്. അതിൻ്റെ വ്യത്യസ്തമായ അനുപാതത്തിൽ പഞ്ചഭൂതങ്ങളെ മിക്സ് ചെയ്യുമ്പോഴാണ് പ്രപഞ്ചത്തിലെ സർവ്വ സൃഷ്ടികളുണ്ടാകുന്നത്. അപ്പോൾ അതിനൊക്കെ അതിൻ്റെ പരസ്പര വൈരുദ്ധ്യങ്ങളുള്ള സ്വഭാവവിശേഷങ്ങളുണ്ട്. നമ്മുടെ ആദ്യത്തെ 5 പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഭൂമി, ആകാശം, അഗ്നി, ജലം, വായു. ഇതാണ് 1, 2, 3, 4, 5 പോയിൻ്റ്. ഭൂമി എന്ന് പറയുന്നത് സംതൃപ്തിയും അസംതൃപ്തിയും തമ്മിലുള്ള വൈരുദ്ധ്യമാണ് അവിടെ കാണുക. ആകാശത്തിൻ്റെ 2ാമത്തെ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ശാന്തിയും അശാന്തിയും തമ്മിലുള്ള വൈരുദ്ധ്യമാണ്. 3ാമത്തെ അഗ്നി എന്നുള്ള പോയിൻ്റിൽ നമ്മളെത്തുമ്പോൾ സ്നേഹവും ദേഷ്യവും തമ്മിലുള്ള വൈരുദ്ധ്യം നമ്മളവിടെ കാണാം. 4ാമത്തെ ജലം എന്ന് പറയുന്ന പഞ്ചഭൂതത്തിൻ്റെ സ്വഭാവവിശേഷം എന്ന് പറയുന്നത് ധൈര്യവും ഭീരുത്വം തമ്മിലുള്ള വൈരുദ്ധ്യമാണ്. 5ാമത് വായുവാണ്. വായുവിൻ്റെ പ്രത്യേകത വ്യക്തതയും അവ്യക്തതയാണ്. അപ്പോൾ ഈ 5 ഗുണവിശേഷങ്ങൾക്ക് അതീതമാവുന്നു. അപ്പോഴാണ് നമ്മളെ മോക്ഷപ്രാപ്തി എന്നുള്ള അവസ്ഥയിൽ എത്തിച്ചേരുന്നത് എന്നുള്ളതാണ് ഹാർട്ട്ഫുൾനെസ്സിൻ്റെ ഫിലോസഫി. ഇതാണ് അതിന് ഉത്തരം. ഇനി നമ്മൾ എന്താണ് പ്രപന്നഗതി എന്ന് വെച്ചാൽ, അത് നമ്മൾ 9ാമത്തെ പോയിൻറ്റിനോട് അടുക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു ഗുണവിശേഷമാണ് പ്രപന്നഗതി. പ്രപന്നഗതി എന്ന് പറഞ്ഞാൽ ശരണാഗതി, സമർപ്പണം. ഹാർട്ട്ഫുൾനെസ്സിൽ അതിനെ ഹനുമാൻ്റെ അവസ്ഥയുടെ പറയുന്നത്. ഈ 9ാമത്തെ പ്രപന്നഗതി എന്ന് പറയും. അപ്പോൾ ഹനുമാൻ എന്ന് പറയുന്നത് ഹനുമാനാണ്. അതായത് സ്വാഭിമാനം ഒരണു പോലും ഇല്ലാത്ത ആളെന്ന്. അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള അഭിമാനമില്ല. അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം ശ്രീരാമൻ്റെ വ്യക്തിത്വവുമായിട്ടുള്ള ലയമാണ്. ആണ് സ്വാഭിമാനം ഇല്ലാത്ത ആളാണ് ഹനുമാൻ. അപ്പോൾ ശരണാഗതി ഭാവമാണത്. ആ ശരണാഗതി ഭാവമാണ് പ്രപന്നഗതി എന്ന് പറയുന്നത്. അത് 9ാമത്തെ പോയിൻ്റോടുകൂടി തുടങ്ങും. മനോമണ്ഡലത്തിൽ മുഴുവൻ അത് വ്യാപിക്കും. പിന്നെ കേന്ദ്രമണ്ഡലത്തിൽ എത്തുമ്പോഴാണ് നമ്മൾ ബ്രഹ്മഗതി എന്നുള്ള അവസ്ഥ വരുന്നത്. അപ്പോൾ ശരണാഗതി എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മളുണ്ടാവുക? സമർപ്പണം, ശരണാഗതി ഒരു ദിവസം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ? അല്ല. പലപ്പോഴും ഹാർട്ട്ഫുൾനെസ്സിൽ പറയും ഇതൊരു ശരണാഗതി എന്ന് പറയുന്ന അവസ്ഥ ഒരു മാർഗമാണോ അതോ ലക്ഷ്യമാണോ എന്ന് ചോദിച്ചാൽ, ഹാർട്ട്ഫുൾനെസ്സിൽ പറയണത് ശരണാഗതി അല്ലെങ്കിൽ പ്രപന്ന അല്ലെങ്കിൽ സമർപ്പണം എന്ന് പറയുന്നത് മാർഗവും ലക്ഷ്യവും കൂടിയാണ്. രണ്ടും മിക്സ് ആയിട്ടുള്ളത്. ചില സമയത്ത് നമ്മൾ മാർഗമാണോ ലക്ഷ്യമാണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ പരസ്പരം ഇടചേർന്ന് കിടക്കുന്ന ഒരു വിശേഷണമാണ് പ്രപന്ന ഗതി അല്ലെങ്കിൽ സമർപ്പണം അല്ലെങ്കിൽ ശരണാഗതി എന്ന് പറയും. ഇതെങ്ങനെയാണ് നമ്മൾ നേടിയെടുക്കുക? പരിശീലനത്തിലൂടെയാണ് അത് തുടങ്ങുന്നത്.
സംപ്രേഷണം ഉൾക്കൊണ്ടുകൊണ്ടുള്ള പരിശീലനത്തിലൂടെ, ധ്യാന പരിശീലനം നടക്കുമ്പോൾ എന്താ സംഭവിക്കുക? ആദ്യം നമ്മുടെ ഉള്ളൊരു ചിന്ത വയ്ക്കുന്നു, ഹൃദയത്തിൽ ദിവ്യത്വത്തിൻ്റെ സാന്നിധ്യമുണ്ട്. കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ അനുഭവം, ആ ദിവ്യത്വം എന്ന് പറയുന്ന അനുഭവം നമുക്ക് കിട്ടുന്നു, സമാധി എന്നുള്ള അവസ്ഥയിൽ. അപ്പോൾ അനുഭവം കിട്ടുമ്പോഴാണ് നമുക്ക് നമ്മുടെ വിശ്വാസം ശക്തമാവുക. അപ്പോൾ വിശ്വാസം എന്ന് പറയുന്നത് തുടക്കത്തിലൊരു ചിന്തയായിട്ട് നമ്മൾ വയ്ക്കുന്നുണ്ടെങ്കിലും പിന്നീടത് ബോധ്യമാകുമ്പോഴാണ് യഥാർത്ഥ വിശ്വാസമായിട്ട് മാറുന്നത്. അപ്പോഴാണ് ഈ ആന്തരികമായിട്ടുള്ള സത്ത നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പം അതിൻ്റെ സാന്നിധ്യത്തിനെ നമ്മൾ ഒരു ബഹുമാനത്തോടെ ആ സാന്നിധ്യത്തിനെ നമ്മൾ അറിയാൻ തുടങ്ങും. അപ്പോൾ അദ്ദേഹം എൻ്റെ ഹൃദയത്തിലുണ്ട് എന്നുള്ള ഭാവം, അതാണ് വിശ്വാസം. അപ്പോൾ വിശ്വാസം എന്താ പറയണത്? എല്ലാ സാഹചര്യത്തിലും അദ്ദേഹം എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ അദ്ദേഹം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും പ്രളയം വന്നു, മാസ്റ്റർ എൻ്റെ കൂടെ ഉണ്ട്, അതുകൊണ്ട് എൻ്റെ വീട് പ്രളയത്തിൽ പെടില്ല എന്ന് പറഞ്ഞാൽ അത് വിശ്വാസമാണോ? അല്ല, അതല്ല വിശ്വാസം. അദ്ദേഹം എൻ്റെ കൂടെ ഉണ്ട് എപ്പോഴും. അത് ഞാൻ അനുഭവിച്ചറിഞ്ഞു ധ്യാനത്തിൻ്റെ തുടർച്ചയായിട്ട്. അപ്പം അദ്ദേഹം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എന്ത് സംഭവിച്ചാലും അദ്ദേഹം എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ എന്ത് സംഭവിച്ചാലും അദ്ദേഹം എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് ആത്യന്തികമായിട്ട് എനിക്കത് പോസിറ്റീവായിട്ടുള്ള ഗുണങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. എൻ്റെ വീട് പ്രളയത്തിൽ ഒഴുകിപ്പോയാലും അദ്ദേഹം എൻ്റെ കൂടെയുണ്ട്, ആത്യന്തികമായിട്ട് എനിക്ക് അത് ഗുണമാണ് സംഭവിക്കുക. അത്തരം ഒരു വിശ്വാസമാണ് നമ്മളുടെ ഉള്ളിൽ ജനിക്കുക. ഈ സംപ്രേഷണത്തിലൂടെ ദിവ്യത്വം എന്നുള്ള ചിന്ത ഒരു അനുഭൂതിയായിട്ട് മാറും. അപ്പോഴാണ് അത് സാവധാനം ആ ഹൃദയത്തിലുള്ള ആന്തരിക സത്ത, അതിൻ്റെ ഉടമയായിട്ടുള്ള മാസ്റ്റർ, അദ്ദേഹത്തിന് നമ്മൾ സമർപ്പണം കൊടുക്കും. അപ്പോൾ അത് പടിയായിട്ടുള്ള ഒരു സ്റ്റേജാണ് ശരണാഗതി. നമുക്ക് പറ്റുമ്പോഴും എന്താ പറയുക, ശരണാഗതി എങ്ങനെ നമ്മുടെ ഉള്ളിൽ നിലനിർത്താം എന്നുള്ളത് ബാബുജി മഹാരാജിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഉത്തരം വളരെ സിമ്പിൾ. അദ്ദേഹം പറഞ്ഞു, എങ്ങനെയാണ് ഈ സറണ്ടർ അല്ലെങ്കിൽ ശരണാഗതി അല്ലെങ്കിൽ സമർപ്പണം കൊണ്ടുവരാമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് വളരെ എളുപ്പമാണ്. ഗുരുവിനോടുള്ള ആശ്രിതത്വം വളർത്തിയെടുത്താൽ മതി. ഞാൻ അദ്ദേഹത്തിൻ്റെ ആശ്രിതനാണ് എന്നുള്ള ഭാവം വളർത്തിയെടുക്കാൻ മതി. അപ്പോൾ ഈ ആശ്രിതത്വം നമ്മുടെ ജീവിതത്തിനെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിനെ നമ്മൾ നിരീക്ഷിച്ചാൽ തന്നെ നമുക്ക് ആശ്രിതത്വത്തിനെ കുറിച്ച് നമുക്ക് മനസ്സിലാവും. ജീവിതത്തിനെ നിരീക്ഷിക്കുകയുള്ളതിൽ ഇപ്പോൾ ഒരു മനുഷ്യൻ്റെ കുഞ്ഞ് ജനിക്കണം, മറ്റ് ജീവജാലങ്ങളിലെ കുഞ്ഞുങ്ങൾ തമ്മിലുള്ള വ്യത്യാസം നോക്കിയപ്പം മറ്റ് ജീവജാലങ്ങളിലെ കുട്ടികളൊക്കെ എഴുന്നേറ്റ് കഴിയാൽ തന്നെ എഴുന്നേറ്റ് നടക്കും, സ്വയം പര്യാപ്തരാകും പലതിൻ്റെയും. അല്ലെങ്കിൽ കുറച്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ അത് സ്വയം പര്യാപ്തം വരും, സ്വന്തം കാലിൽ നടക്കാനും മറ്റ് പല കാര്യങ്ങളും തുടങ്ങും. മനുഷ്യൻ്റെ കുട്ടിയോ പ്രസവിച്ച് കഴിഞ്ഞ ഒരു 3-3.5 കൊല്ലം അത് പരിപൂർണമായിട്ട് അമ്മയുടെ മേലെ ആശ്രിതത്വത്തിനാണ് അല്ലേ. അതിനെവിടെയെങ്കിലും ഉപേക്ഷിച്ച് പോയാൽ എന്താണ്ടാവുക? മറ്റ് ജീവജാലങ്ങളുടെ കുട്ടികൾ സ്വയം പര്യാപ്തത്തോടുകൂടി അവരുടെ കാര്യങ്ങൾ നോക്കാൻ പ്രാപ്തരാണ്. പക്ഷെ മനുഷ്യകുഞ്ഞിനെ അവിടെ കിടന്ന് മരിക്കാനേ പറ്റുള്ളൂ. അതായത് നമ്മൾ ജനിക്കുന്നത് പരിപൂർണ ആശ്രിതത്വത്തിലാണ് മനുഷ്യൻ. ഇനിയോ അതുകൊണ്ടാണ് ഈ മാതാ പിതാ ഗുരു ദൈവം എന്നുള്ള ഐഡിയ തന്നെ വന്നത്. തുടക്കത്തിൽ മാതാവിൻ്റെ നേരെ പരിപൂർണമായിട്ടുള്ള ആശ്രിതത്വത്തിലാണ് നമ്മൾ. മുതിർന്നു കഴിയുമ്പോൾ അത് പിതാവിൻ്റെ നേരെയാവും. പിതാവ് നമ്മളെ വേണ്ട രീതിയിൽ അച്ചടക്കം പഠിപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേരെയോ ആശ്രിതത്വം. അത് കഴിഞ്ഞാലോ മാതാപിതാ, പിന്നെ ഗുരു, പിന്നെയാണ് മാസ്റ്റേഴ്സ് വരുന്നത്. ഗുരുവിൻ്റെ നേരെയുള്ള ആശ്രിതത്വം നമ്മളെ ജീവിതത്തിൻ്റെ എല്ലാ തരത്തിലുള്ള തത്വങ്ങളും പരിശീലിക്കുക. അത് ഭൗതിക ജീവിതത്തിലുള്ള ഗുരു, ആധ്യാത്മിക ഗുരു. പിന്നെയാണ് ആ ആധ്യാത്മിക ഗുരു നമ്മളെ ഈശ്വരന് സമർപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഗുരു ദൈവം എന്ന് പറയുന്നത്. അപ്പോൾ മാതാപിതാ ഗുരു ദൈവം എന്ന് പറഞ്ഞാൽ പടിപടിയായിട്ടുള്ള പരിണാമത്തിൻ്റെ ഒരു സ്റ്റേജാണ് പറയുന്നത്. അപ്പോൾ അമ്മയുടെ നേരെ ആശ്രിതത്വം, അച്ഛൻ്റെ നേരെ ആശ്രിതത്വം, ഗുരുവിൻ്റെ നേരെ ആശ്രിതത്വം,
ഗുരു നമ്മെ ഈശ്വരന് കൈമാറുമ്പോൾ പരിപൂർണമായിട്ട് ഈശ്വരൻ്റെ മേലെ ആശ്രയം. ഇതാണ് മനുഷ്യൻ്റെ സ്ഥിതി. മറ്റ് ജീവജാലങ്ങൾക്ക് ഇത്ര ബുദ്ധിമുട്ടില്ല. ഈ ആശ്രിതത്വത്തിനെക്കുറിച്ചുള്ള ബോധമേ ഇല്ല. അതിൻ്റെ പ്രവണതകൾക്കനുസരിച്ച് ജീവിക്കുക വേണ്ടത്. പക്ഷേ സൃഷ്ടിയിലെ ഏറ്റവും ഉന്നതമായിട്ടുള്ള സൃഷ്ടിയാണ് മനുഷ്യൻ. അപ്പോൾ ഈ ആശ്രിതത്വത്തിലാണ് മനുഷ്യൻ്റെ പുരോഗതി എന്നുള്ളതാണ് നമ്മൾ മനുഷ്യൻ്റെ സൃഷ്ടി മറ്റുള്ള ജീവജാലങ്ങളുടെ സൃഷ്ടിയും കൂടി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഈ പുരോഗതി മുഴുവൻ ആശ്രിതത്വമില്ല. കാരണം എന്താ? ഇങ്ങനെ പരിപൂർണ ആശ്രിതത്വത്തിൽ ജനിക്കുന്ന ഒരു കുഞ്ഞാണ് പ്രപഞ്ചത്തിൻ്റെ ഗുരുവായിട്ട് മാറുന്നത്. ആ പ്രപഞ്ച ഗുരുവായിട്ട് മാസ്റ്ററായിട്ടിരിക്കുന്ന സമയത്തും അദ്ദേഹത്തിൻ്റെ ഗുരുവിനോടും ഗുരു പരമ്പരയോടും പരിപൂർണ സമർപ്പണത്തിലാണ് അവർ. അപ്പോൾ സമർപ്പണത്തിലാണ് പുരോഗതി എന്നുള്ള ആശയം മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ പരിണാമം മനസ്സിലാക്കാൻ നമ്മുടെ ജീവിതവും നമ്മുടെ ചുറ്റുമുള്ള മറ്റ് ജീവജാലങ്ങളെയും പ്രകൃതിയെ നിരീക്ഷിക്കാൻ മതി. അപ്പോൾ തന്നെ നമ്മുടെ ആന്തരികമായിട്ട് നമ്മൾ സമർപ്പണത്തിൻ്റെ ആവശ്യകത നമുക്ക് മനസ്സിലാകും. അപ്പോൾ പടിപടിയായിട്ടാണ് ആ സമർപ്പണത്തിൻ്റെ ആഴം നമ്മൾ കൂടി വരുന്നത്. അപ്പോൾ അതിന് സാഹചര്യത്തിനനുസരിച്ചുള്ള ഒരു ആശ്രിതത്വം പോരാ. പലപ്പോഴും നമ്മളുടെ ആശ്രിതത്വം അഭ്യാസികളാണെങ്കിൽ തന്നെ ഭൗതിക ജീവിതത്തിലെ പല ബുദ്ധിമുട്ടുകളും വരുമ്പോൾ അതിന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമ്മുടെ മാസ്റ്ററായുള്ള ആശ്രിതത്വം. എന്നാൽ ജീവിതത്തിൻ്റെ ആത്യന്തികമായിട്ടുള്ള ആധ്യാത്മികതയിൽ നമ്മളുടെ ആശ്രിതത്വം കുറവാണ്. നിങ്ങൾ ആധ്യാത്മികതയ്ക്ക് വേണ്ടിയിട്ടാണോ ഭൗതികതയ്ക്ക് വേണ്ടിയിട്ടാണോ മാസ്റ്റർ ആശ്രയിക്കുന്നത്? ആ ഒരു വിവേചനം നമുക്ക് വേണം. കാരണം ആധ്യാത്മികത എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ആത്യന്തികമായിട്ടുള്ള സത്തയാണ്. അപ്പം നമ്മുടെ ലക്ഷ്യബോധം ആധ്യാത്മികമാണോ ഭൗതികമാണോ? ആ ഒരു വിവേചനം നമുക്ക് വേണം. ആധ്യാത്മികമായിട്ടുള്ള ലക്ഷ്യബോധവും ഭൗതികമായിട്ടുള്ള ലക്ഷ്യബോധം. ആധ്യാത്മിക ശാസ്ത്രങ്ങളിൽ ഭൗതികമായിട്ടുള്ള ലക്ഷ്യം നെഗറ്റീവായിട്ടുള്ളൂ, ആധ്യാത്മികമായിട്ടുള്ള ലക്ഷ്യം പോസിറ്റീവായിട്ടാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് തോന്നും ഭൗതികമായിട്ടുള്ള പുരോഗതി നമുക്ക് വേണ്ടേ? അതും നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുതയാണ്. സൃഷ്ടികർത്താവും സൃഷ്ടിയും തമ്മിലുള്ള വ്യത്യാസമാണ്. നമ്മൾ സൃഷ്ടിയുടെ മേലെ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന വെച്ചാൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. അവിടുത്തെ കാര്യങ്ങൾ നമ്മൾ നേടാൻ ആഗ്രഹിക്കുന്നത് വെച്ചാൽ നമ്മുടെ ഭൗതികമായിട്ടുള്ള ഗോളാണ് നമുക്ക്. സൃഷ്ടികർത്താവാണ് ഈ സൃഷ്ടി ഉണ്ടാക്കിയത്. സൃഷ്ടി എന്നുണ്ടാവും, നാളെ ഇല്ലാതെയാവും. സൃഷ്ടികർത്താവ് നിലനിൽക്കും. അപ്പോൾ ആ സൃഷ്ടികർത്താവായ ഈശ്വരനെയാണ് നമ്മൾ ഹൃദയത്തിൽ കൊണ്ട് നടക്കണമെങ്കിൽ അതെന്നാണ് സൃഷ്ടി ഉണ്ടാവുന്നത്. അപ്പോൾ ഭൗതികവും ആധ്യാത്മികവുമായിട്ടുള്ള കാര്യങ്ങൾ ഒരുമിച്ച് നടക്കും. പക്ഷേ നമ്മുടെ ശ്രദ്ധ എവിടെയായിരിക്കണം? ആധ്യാത്മികമായ ലക്ഷ്യത്തിലായിരിക്കും. അപ്പോൾ സാഹചര്യത്തിനനുസരിച്ച് ഉള്ള ഒരു ആശ്രിതത്വം പോരാ. ഇതെല്ലാം നമ്മൾ നമ്മുടെ ബോധത്തിൽ ഉറപ്പിക്കണം. നമുക്കൊരു ഭൗതികമായിട്ടുള്ളൊരു സമ്മാനം നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ കയ്യിൽ നിന്ന് കിട്ടണം, എവിടെയും കിട്ടുള്ളൂ. ആധ്യാത്മികമായിട്ടുള്ളൊരു സമ്മാനം സ്വീകരിക്കണമെങ്കിലോ ഹൃദയം തുറക്കണം എന്നർത്ഥം. ഹൃദയത്തിലാണ് സ്വീകരിക്കുന്നത്, കയ്യിലല്ല. അപ്പോൾ കൈ നീട്ടൽ താരതമ്യേന എളുപ്പമാണ്, ഹൃദയം തുറക്കലും. അപ്പോൾ ആ ഹൃദയം തുറക്കുന്നതിൻ്റെ ആദ്യ പടിയാണ് ഹൃദയത്തിലൊരു ദിവ്യ സാന്നിധ്യം ഉണ്ടെന്നുള്ള ഐഡിയയിൽ മെഡിറ്റേറ്റ് ചെയ്യുന്നത്, ധ്യാനിക്കുന്നത്. സംപ്രേഷണത്തിൻ്റെ സഹായത്തോടു കൂടി, മാസ്റ്ററുടെ എസൻസിൻ്റെ സഹായത്തോടു കൂടി ഈ ധ്യാനിക്കുന്ന സമയത്ത് പടിയായിട്ട് നമ്മൾ സമർപ്പണത്തിൻ്റെ ഉന്നതമായിട്ടുള്ള മേഖലകൾ കടന്നിട്ട്, അപ്പോൾ അതന്നെയാണ് പ്രപന്നഗതി എന്ന് പറയുന്നത്. അതായത് നമ്മുടെ അഹംബോധം എന്ന് പറയുന്നത് പരിപൂർണമായിട്ട് ഇല്ലാതെയാവുന്ന അവസ്ഥകളായി. നമുക്ക് പ്രസക്തിയില്ലാതെ അദ്ദേഹത്തിന് മാത്രം പ്രസക്തിയാവും. അതിന് സമർപ്പണം എന്ന് പറയും. ഇനി ബ്രഹ്മഗതിയിലേക്ക് വന്നാലോ, പ്രപന്നഗതിയിൽ നമ്മൾ അഹം അല്ലെങ്കിൽ ഈഗോ എന്നുള്ള ഭാവത്തിനെ ശുദ്ധീകരിച്ച് സ്നേഹവും വിനയവുമാക്കുന്ന പ്രക്രിയ.
ബ്രഹ്മഗതി എന്ന് പറയുന്നത് ഹാർട്ട്ഫുൾനെസ്സിൽ ആ 12ാമത്തെ പോയിന്റ് കഴിഞ്ഞ് കേന്ദ്രമണ്ഡലത്തിലേക്ക് പ്രവേശിക്കുന്ന ആ സത്യപഥം എന്ന് പറയുന്ന നമ്മുടെ ബാഡ്ജിലൊക്കെ കാണും. ആ സ്ഥലത്തൂടെ ഈ കേന്ദ്രമണ്ഡലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് ബ്രഹ്മഗതി എന്ന്. ആ ബ്രഹ്മഗതിയിൽ ഞാൻ എന്നുള്ള ഭാവം അല്ലെങ്കിൽ ഈഗോ പരിശുദ്ധമാവണമാണ് പ്രപന്നഗതി എന്ന് പറയുന്നത്. പരിപൂർണമായിട്ട് ഞാൻ അപ്രസക്തമാവുന്ന ഒരവസ്ഥയാണ് ബ്രഹ്മഗതിയിൽ. അപ്പോൾ ബ്രഹ്മഗതിക്ക് നമ്മുടെ ഹാർട്ട്ഫുൾനെസ്സിൻ്റെ തത്വചിന്തയിൽ വിശദീകരണം പറയേണ്ടത് എന്താണ് ബ്രഹ്മഗതി എന്നുള്ള അവസ്ഥയിൽ എന്താണ് വാസ്തവത്തിൽ സംഭവിക്കാതെ. അതിൽ പറയണത് ഒരു നവജാത ശിശുവിനെ പോലെ നമ്മൾ നിഷ്കളങ്കരായിരിക്കുന്നു. പരിപൂർണമായിട്ട് ആന്തരികമായിട്ടുള്ള ആകർഷണമാണ്, അബ്സോർപ്ഷൻ. ഉള്ളിൽ നവജാത ശിശുവിനെ പോലെ നിഷ്കളങ്കത, കംപ്ലീറ്റായിട്ട് സെൻറ്റേർഡ് ആവുക നമ്മുടെ ഹൃദയത്തിന്. നമ്മുടെ ബോധം ഹൃദയത്തിലെ ആ സാന്നിധ്യത്തിൽ മാത്രമാവുക. നമ്മളിൽ നിന്ന് സ്നേഹത്തിൻ്റെ വികിരണങ്ങൾ മാത്രം അങ്ങനെ പുറത്തേക്ക് ഒഴുകുക. ഇതൊക്കെയാണ് ബ്രഹ്മഗതിയുടെ ലക്ഷണങ്ങളായിട്ട് ഹാർട്ട്ഫുൾനെസ്സിൻ്റെ തത്വചിന്തയിൽ പറയും. അപ്പോൾ ഇനി അതിനെ ലാലാജി മഹാരാജ് പറയുന്നത് ഈ ബ്രഹ്മഗതിയും അതുപോലെ തന്നെ പ്രപന്നഗതിയെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ഈ പേർഷ്യൻ ഭാഷയിൽ ഈ പ്രപന്നഗതിയെ ഫന എന്ന് പറയും, ബ്രഹ്മഗതിയെ പഖായ പഖായ. ഇപ്പോൾ ഫന എന്ന് പറഞ്ഞാൽ ഈഗോവിനെ പരിപൂർണമായിട്ട് നമ്മൾ ശുദ്ധീകരിച്ച് സ്നേഹവും വിനയവുമാക്കുന്ന അവസ്ഥയാണ്. നമ്മുടെ ഹാർട്ട്ഫുൾനെസ്സിലെ പുസ്തകങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ 5 ലെവലിൽ ഈഗോ പരിവർത്തനം ചെയ്യപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അഹങ്കാരത്തിൻ്റെ 5 വ്യത്യസ്തമായ മുഖങ്ങൾ പറയുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് തന്നെ വിലയിരുത്താം നമ്മളെ അഹംബോധം എവിടെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതിൽ ആദ്യത്തെ സ്റ്റേജ് പറയുന്നത് ശരീരബോധമാണ്. ശരീരമാണ് ഞാൻ എന്നുള്ള ബോധം. അപ്പോൾ ശരീരത്തിനെ പരിപോഷിപ്പിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കുമായിട്ട് നമ്മൾ കൂടുതൽ സമയം ചെലവഴിക്കും. ഞാൻ ശരീരമാണ് എന്നുള്ള ബോധത്തിൽ ഉറച്ചിരിക്കുക. ധ്യാനമൊക്കെ തുടങ്ങി കുറച്ച് കഴിയുന്ന സമയത്ത് നമുക്ക് തോന്നും ഞാൻ ശരീരമല്ല. കാരണം നമുക്ക് ആന്തരികമായിട്ടുള്ള അനുഭവങ്ങളാണ്. ശരീരം അപ്രസക്തമാകുന്ന രീതിയിൽ നമ്മൾ ഉള്ളിൽ മുഴുകി പോകുന്നു. അപ്പോഴും ബോധം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ശരീരത്തിൻ്റെ ബോധം പോയിട്ട്, അതായത് ശരീരമാണ് ഞാൻ എന്നുള്ള ബോധം പോയിട്ട് നമുക്ക് തോന്നും മനസ്സാണ് ഞാൻ. അല്ലെങ്കിൽ ഹാർട്ട്ഫുൾനെസ്സിലാണെങ്കിൽ നമ്മൾ എല്ലാം ചെയ്യുന്നത് മനസ്സാണ് അല്ലെങ്കിൽ മാസ്റ്ററാണെന്നോ, മാസ്റ്റർ എല്ലാം ചെയ്യണമെന്ന് പറയും. കുറച്ച് പ്രാക്ടീസ് കൊടുക്കുമ്പോഴേക്കും നമുക്ക് ഫീൽ ചെയ്യും മാസ്റ്ററാണ് ഇതെല്ലാം ചെയ്യണത്, ഞാനല്ല, എൻ്റെ ശരീരം എല്ലാം ചെയ്യണത് മാസ്റ്ററാണ് ചെയ്യണമെന്ന്. അതാണ് അഹം എന്നുള്ള ഭാവത്തിൻ്റെ 2ാമത്തെ അവസ്ഥയായിട്ട് പറയും. എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് മനസ്സാണ് അല്ലെങ്കിൽ മാസ്റ്ററാണെന്ന് തോന്നും. ശരീരമാണെന്നുള്ള ബോധത്തിൽ നമ്മൾ പഠിക്കും. അതെല്ലാം പരിശീലനത്തിൻ്റെ തുടക്കത്തിൽ സാധകർക്ക് ഫീൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. 3ാമത്തെ അവസ്ഥയിൽ നമുക്ക് തോന്നും ഇത് ശരീരമല്ല ചെയ്യണത്, മനസ്സുമല്ല മാസ്റ്ററുമല്ല ചെയ്യണത്, ഓട്ടോമാറ്റിക്കായിട്ട് നടക്കണമെല്ലാം. എല്ലാ കാര്യങ്ങളും ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെങ്ങനെ നടന്നു പോകണമായിട്ട് നമുക്ക് തോന്നും ഈ സാധനയുടെ ഒരു സ്റ്റേജ്. അതാണ് അഹത്തിൻ്റെ 3ാമത്തെ അവസ്ഥ. എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് സ്വാഭാവികമായിട്ട് നടക്കണമെന്നുള്ള ബോധം നമ്മുടെ ഉള്ളിൽ വരാം. അതാണ് ഈ ഈഗോൻ്റെ 3ാമത്തെ, അഹം എന്നുള്ള ഭാവത്തിൻ്റെ 3ാമത്തെ സ്റ്റേജായിട്ട് പറയും. അത് അവസാനത്തെ സ്റ്റേജല്ല. 4ാമത്തെ സ്റ്റേജിനെ കുറിച്ച് പറയണ്ടേ. 4ാമത്തെ സ്റ്റേജിനെ കുറിച്ച് ബാബുജി മഹാരാജ് പറയണത് ഒരാൾ രാത്രിയിൽ കിടന്നുറങ്ങണം. ഉറങ്ങുമ്പോൾ അതിനെ കൊതു കടിച്ചു, ഉറക്കത്തിൽ നിന്ന് അതിനെ തട്ടിക്കളയും, അയാൾ അറിയില്ല. രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ പുതപ്പ് വെളുത്ത കളറിലുള്ള പുതപ്പാണെങ്കിൽ അവിടെ ഈ ബ്ലഡ് സ്റ്റെയിൻസ് കാണാം, രക്തത്തിൻ്റെ വാർക്ക് കാണുമ്പോൾ രാത്രി കൊതു കടിച്ചു, അതിനെയൊക്കെ ഞാൻ തട്ടിക്കളഞ്ഞത്.
അപ്പോൾ ഈ ഞാനാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിലും അതിനെ ഞാൻ ചെയ്യുന്നു എന്നുള്ള ബോധം അയാൾക്കില്ല. അതാണ് ഈഗോവിൻ്റെ 4ാമത്തെ സ്റ്റേജായിട്ട് ബാപ്പുജി മഹാരാജ് പറയും. ഞാൻ ചെയ്യുന്നു, ഞാനാണ് ചെയ്യുന്നതെന്നുള്ള ബോധമില്ല. ഉറക്കത്തിൽ നമ്മൾ ചെയ്യുന്ന പോലെ അത് അവസാനമാണോ? അല്ല. ഈഗോവിൻ്റെ 5ാമത്തെ സ്റ്റേജ് വരുന്നുണ്ട്, അഹം എന്നുള്ള ഭാവത്തിൻ്റെ 5ാമത്തെ സ്റ്റേജ്. ആ 5ാമത്തെ സ്റ്റേജിൽ എന്താ സംഭവിക്കുക? ആ 5ാമത്തെ സ്റ്റേജിൽ അഹം എന്നുള്ള ഭാവം, നിലനിൽപ്പ് എന്നുള്ള ബോധം മാത്രമായിരിക്കും. ഞാൻ നിലനിൽക്കുന്നു എന്നുള്ള ബോധം അപ്പോഴും നിലനിൽക്കും. അപ്പോൾ എന്തിനാണ് ആ ബോധം നിലനിർത്തുന്നത് വെച്ചാൽ, ബാപ്പുജി മഹാരാജ് ഉദാഹരണം പറയുന്നത് മിലിറ്ററിയിലെ ഒരു സോൾജിയറെ മാതിരിയാണ്. അയാൾ റെഡി ആയിട്ട് നിൽക്കുകയാണ്, നല്ല അറ്റൻഷനോടുകൂടി. അയാൾക്ക് ഓർഡേഴ്സ്, അയാളുടെ കമാൻഡർ അല്ലെങ്കിൽ മേജർ ഓർഡർ കൊടുത്താൽ മാത്രമേ ഇങ്ങനെ ആക്ട് ചെയ്യുള്ളൂ. അല്ലാത്ത സമയത്ത് അനങ്ങാണ്ടിരിക്കുന്നുണ്ടാവും. അതായത് അഹം എന്നുള്ള ഭാവം ഒരു ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ നിലനിൽപ്പായിരിക്കും, മാത്രമായിരിക്കും. എന്തിനാണ് ഐഡൻറ്റിറ്റി നിലനിർത്തുന്നത്? കംപ്ലീറ്റായിട്ട് ഡിസോൾവ് ചെയ്തുകൂടെ എന്ന് ചോദിച്ചാൽ, അത് ഗുരുവിൻ്റെ നിർദ്ദേശങ്ങൾ പാലിക്കാൻ വേണ്ടി മാത്രമാണ്. ആ നിർദ്ദേശങ്ങൾ വരുമ്പോൾ മാത്രമേ ആക്ട് ചെയ്യുള്ളൂ. അല്ലാത്ത സമയത്ത് ഈ ഭൗതിക ലോകത്തിനോട് മരിച്ച പോലെ, പക്ഷേ ആക്റ്റീവാണ്. സോൾജിയർമാരി വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ടാവുക, ശ്രദ്ധയോടുകൂടിയാണ് ഇരിക്കുന്നത്. പക്ഷേ ആ എന്നുള്ള ബോധം നിർദ്ദേശങ്ങൾ ഫോളോ ചെയ്യാൻ വേണ്ടി മാത്രമായിരിക്കും. ഈ അവസ്ഥയാണ് പ്രപന്നഗതി എന്ന് പറയുന്നത്. ഹനുമാൻ്റെ അവസ്ഥ എന്ന് പറയില്ല, അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഹൃദയം തുറന്ന് കാണിക്കുക. അവിടെ ശ്രീരാമചന്ദ്ര പ്രഭു ഇരിക്കുന്നതാണ്. അപ്പോൾ പ്രഭു എന്നുള്ള അവസ്ഥ പ്രപന്ന ആൻഡ് പ്രഭുവാണ്. അതായത് ഗുരുവിൻ്റെ നിലനിൽപ്പ് മാത്രമേ ഉള്ളൂ, എൻ്റെ നിലനിൽപ്പില്ല. എനിക്ക് പ്രസക്തിയില്ല, അദ്ദേഹത്തിന് മാത്രമേ പ്രസക്തിയുള്ളൂ. അഭൂതിയ എന്നാണ് ലാലാജി മഹാരാജിന് പറയാം ഈ അവസ്ഥേനെ. എൻ്റെ പ്രസക്തി പരിപൂർണമായിട്ട് ഒഴിവാക്കി അദ്ദേഹത്തിൻ്റെ പ്രസക്തി മാത്രം ആക്കുന്നൊരവസ്ഥ. അപ്പോൾ ഇതാണ് അഹം എന്നുള്ള ബോധത്തിൻ്റെ 5ാമത്തെ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം അവസ്ഥകളൊക്കെ ഈ മെസ്സേജിൽ മാസ്റ്റർ പറയുന്നത്, ഈ അവസ്ഥകളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. ആദ്യം ബോധപൂർവം മനസ്സിലാക്കണം ഈ ഹാർട്ട്ഫുൾനെസ്സിൻ്റെ തത്വചിന്ത പുസ്തകങ്ങളിൽ നിന്ന്. അതോടൊപ്പം തന്നെ പ്രിസപ്റ്റർമാരത് വേണം ഈ അവസ്ഥ അഭ്യാസികളിൽ പകർന്നു കൊടുക്കണം സിറ്റിങ്ങിലൂടെ. ഈ അവസ്ഥ അറിഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ല. അഹബ്രഹ്മാസ്മി, ഞാൻ ബ്രഹ്മമാകുന്നു, തത്വമസി, അത് നീ തന്നെയാകുന്നു. ഈ അറിവുണ്ടായിട്ട് എന്താ കാര്യം? നമ്മൾ ആം ബ്രഹ്മാസ്മി എന്ന് ഞാൻ ആവർത്തിച്ചുകൊണ്ടിരിക്കണം. അഹം ബ്രഹ്മാസ്മി എന്നുള്ള ഫീലിംഗ് നമ്മളിൽ അനുഭവവേദ്യമാവണം. അപ്പോൾ ഹാർട്ട്ഫുൾനെസ് അനുഭവമാണത്. ഈ അനുഭവമാണ് സിറ്റിങ്ങിലൂടെ അഭ്യാസികളിൽ നമ്മൾ ഉണർത്തിക്കൊണ്ടുവരും. അപ്പോൾ ആധ്യാത്മിക ത്വരയുള്ള അഭ്യാസികൾക്ക് ഈ അറിവും വേണം. സിറ്റിങ്ങിലൂടെ ഈ അവസ്ഥ അതിൽ നിലനിർത്താൻ പ്രിസപ്റ്റർമാരും ശ്രദ്ധിക്കണം പറയും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഹാർട്ട്ഫുൾനെസ്സിൻ്റെ തത്വചിന്ത ഈ പുസ്തകങ്ങൾ നമ്മൾ ആഴത്തിൽ പഠിക്കേണ്ടത്. അപ്പോൾ അതിന് ദാജി പറഞ്ഞതെന്ന് വെച്ചാൽ, നമ്മൾ കുട്ടികളായിരിക്കുമ്പോൾ അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുമ്പോഴും കോളേജിൽ പഠിക്കുമ്പോഴൊക്കെ നമ്മൾ ഫൈനൽ എക്സാമിനേഷൻ ഉണ്ടാവില്ലേ, വാർഷിക പരീക്ഷ. ആ വാർഷിക പരീക്ഷയ്ക്ക് എന്തുമാത്രം ശ്രദ്ധയോടുകൂടി നമ്മൾ പഠിക്കുക. ആ വെക്കേഷൻ കാലത്ത് എന്താ ചെയ്യുക? ഫുൾ ടൈം പഠിപ്പാണ്, ഭക്ഷണം കഴിക്കുക, അപൂർവമായിട്ടുള്ള ചില മിനിമം കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഭൗതികതയിൽ ചെയ്യേണ്ടാവുള്ളൂ. ബാക്കി സമയം മുഴുവൻ പഠിക്കുകയല്ലേ, ഉഷ്ണിച്ച് പഠിക്കുകയല്ലേ. അദ്ദേഹം പറയണം, അതേപോലെ ഈ വാർഷിക പരീക്ഷയ്ക്ക് സ്കൂളിലും കോളേജിലൊക്കെ കുട്ടികൾ പഠിക്കുന്ന പോലെ ഹാർട്ട്ഫുൾനെസ്സിലെ അഭ്യാസികളും പ്രിസപ്റ്റർമാരും ഹാർട്ട്ഫുൾനെസ്സിൻ്റെ ഫിലോസഫി അല്ലെങ്കിൽ പുസ്തകങ്ങൾ ഉഷ്ണിച്ച് പഠിക്കാൻ പറയണം. ആ പഠിക്കുന്നതോടൊപ്പം തന്നെ പ്രിസപ്റ്റർമാർ ഈ ആധ്യാത്മിക തല അഭ്യാസികൾക്ക് പകർന്നു കൊടുക്കുമ്പോൾ അവർ വർക്ക് ചെയ്യും വേണമെന്ന് പറയും.
ഉന്നതമായിട്ടുള്ള പുരോഗതിയാണ് നമുക്ക് വരാൻ പോകുന്നത്. എന്തൊക്കെയാ അവസ്ഥ? മോക്ഷപ്രാപ്തി, പ്രപന്നഗതി, ബ്രഹ്മഗതി, ഉന്നതമായിട്ടുള്ള ജീവിതത്തിൻ്റെ ലക്ഷ്യപ്രാപ്തി. ഈ ഉന്നതമായിട്ടുള്ള എല്ലാ ആധ്യാത്മിക തലങ്ങളും എല്ലാവർക്കും ഉണ്ടാവട്ടെ. പ്രത്യേകിച്ച് ഈ സിറ്റിങ്സിലൊക്കെ ഈ പ്രപന്നഗതി എന്ന് പറയുന്ന ആ ശരണാഗതിയുടെ അവസ്ഥ നമ്മളിൽ താൽക്കാലികമായിട്ടെങ്കിലും സൃഷ്ടിക്കുന്ന രീതിയിലാണ് ഈ എല്ലാ സിറ്റിങ്ങുകളും നമുക്ക് പോകുന്നതായിട്ട് നമുക്ക് റിസപ്റ്റർമാർക്ക് നിരീക്ഷിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതിൻ്റെ അവസ്ഥ നമ്മൾ സൃഷ്ടിച്ചെടുത്തുകൊണ്ട്, സിറ്റിങ്ങിലൂടെ സൃഷ്ടിച്ചെടുത്തുകൊണ്ട് ആ അവസ്ഥ സ്വയം ആർജിക്കാനായിട്ടുള്ള ഒരു ഉത്തേജനം നമുക്ക് തരികയാണ് മാസ്റ്റേഴ്സ് ഈ ഭണ്ഡാരകങ്ങൾ ചെയ്യുന്നത് സിറ്റിങ്ങിലൂടെ. അപ്പോൾ എത്ര മഹത്തായ ഒരു കാര്യമാണ് അവർ നമ്മുടെ ഉള്ളിൽ നമ്മളുടെ പരിണാമത്തിന് വേണ്ടി നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിന് അഭ്യാസികളും അപ്പോൾ പ്രത്യേകമായിട്ടുള്ള ഒരു ആഹ്വാനം എന്ന് പറയുന്നത് ഹാർട്ട്ഫുൾനെസ്സിൻ്റെ പുസ്തകങ്ങൾ ആഴത്തിൽ പഠിക്കുക. സൗകര്യപ്പെടുമ്പോഴെല്ലാം പ്രിസെപ്റ്റർമാരുമായിട്ടുള്ള സിറ്റിങ്ങിലൂടെ ആ ആധ്യാത്മിക നില സ്വായത്തമാക്കുന്നു. ഉദാഹരണത്തിന് ഒരു ആധ്യാത്മിക നിലയെക്കുറിച്ച് നമ്മൾ പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ടൊക്കെ അത് നമ്മുടെ ബോധത്തിൽ സെറ്റ് ചെയ്തു. അടുത്ത സിറ്റിങ്ങിന് പ്രിസെപ്റ്ററെ അടുത്ത് പോകുന്ന സമയത്ത് ഈ ആധ്യാത്മിക നിലയെക്കുറിച്ചാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് വെച്ചാൽ അപ്പം തന്നെ അതിൻ്റെ അനുഭവം മാസ്റ്റേഴ്സ് എത്തും. അപ്പോൾ ഒരു ബോധപൂർവമായിട്ടുള്ള പുരോഗതിയാണ് ഹാർട്ട്ഫുൾനെസ്സിൽ സംഭവിക്കും. അതായത് സമർപ്പണവും ബോധപൂർവം ധ്യാനത്തിൽ നിന്ന് തുടങ്ങി പടിയായിട്ട് നമ്മൾ ആർജിച്ചെടുക്കുന്നു. അപ്പം ബോധപൂർവമായിട്ടുള്ള ശ്രമം ആധ്യാത്മിക പുരോഗതിക്ക് അനിവാര്യമാണ്. മനുഷ്യൻ്റെ സമഗ്രമായിട്ടുള്ളൊരു വികസനമാണ് ഹാർട്ട്ഫുൾനെസ് ലക്ഷ്യമാക്കുന്നത്. അപ്പോൾ എത്ര മഹത്തായിട്ടുള്ള ഒരു ആധ്യാത്മിക പൈതൃകത്തിലാണ് നമ്മൾ വന്നുപോയിട്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ നന്ദിബോധത്തോടെ സ്മരിക്കേണ്ടതാണ്. ആ നന്ദിബോധത്തോടുകൂടി സ്മരിക്കുമ്പോൾ തന്നെ ഇത്ര ഉന്നതനായിട്ടുള്ളൊരു മാസ്റ്റർ നമ്മളെ ഗൈഡ് ചെയ്യാനുണ്ട്, അത് എപ്പോഴും നമ്മളെ കൂടെ ഉണ്ട് എന്നുള്ള ഒരു ആനന്ദം നമ്മളുടെ കൂടെ ഉണ്ടാകും. അപ്പോൾ എപ്പോഴും ഒരു ആനന്ദവും നന്ദിബോധവും ഈ അവസ്ഥകളൊക്കെ നമ്മളിലേക്ക് ഒഴുക്കി തരുമ്പോൾ നമ്മളുള്ളൊരു വിനയം ചേർന്ന് നമ്മുടെ ഉള്ളിൽ സ്ഥിരമായിട്ടുള്ള സ്ഥായിയായിട്ടുള്ള ഭാവമാണെങ്കിൽ ഈ പ്രപന്ന എന്നുള്ള അവസ്ഥ നമുക്ക് നേടിയെടുക്കാൻ വളരെ താങ്ക് യു. നമസ്കാരം.